1450കളിൽ അച്ചടി കണ്ടെത്തുന്നതിന് വളരെ മുമ്പ് തന്നെ റോമിലും ചൈനയിലും ഒക്കെ തന്നെ ജനങ്ങളെ വിവരങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടി മാധ്യമങ്ങൾ എന്ന ഒരു കോൺസെപ്റ്റിൻ്റെ തുടക്കം ആരംഭിക്കുകയുണ്ടായി. പൊതുസ്ഥലങ്ങളിൽ വിവരങ്ങൾ ഡിസ്പ്ലേ ചെയ്തുകൊണ്ട് വിളംബരം ചെയ്തുകൊണ്ട് പത്രങ്ങളുടെ ഒരു തുടക്കം ഈ ഒരു കാലഘട്ടത്തിലാണ് ആരംഭിച്ചത്. തുടർന്ന് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവും റഷ്യൻ വിപ്ലവവും ഫ്രഞ്ച് വിപ്ലവവും അതുപോലെ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമൊക്കെ പത്രമാധ്യമങ്ങൾക്ക് വലിയ ഒരു റോള് സാമൂഹിക ജീവിതത്തിൽ കൽപ്പിച്ചു നൽകി. തുടർന്ന് അങ്ങോട്ടുള്ള കാലപ്രയാണത്തിൽ പ്രിൻ്റ് മീഡിയ വലിയ തോതിൽ വളരുകയും അതിനെ തുടർന്ന് ഡിജിറ്റൽ മീഡിയകളും ബ്രോഡ്കാസ്റ്റിംഗ് പോലുള്ള മേഖലകളിലുമൊക്കെ വലിയ തോതിലുള്ള വിപ്ലവകരമായ മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്തു. ഇവിടെ ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന ഒരു തൊഴിൽ മേഖല സൃഷ്ടിക്കപ്പെടുകയാണ്. വളരെ പ്രൊഫഷണലായിട്ടുള്ള വളരെയധികം സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്ന ഒരു മേഖല. അതിൻ്റെ വളർച്ചാ നിരക്കെടുക്കുമ്പോൾ കാലക്രമത്തിൽ വലിയ തോതിൽ വളർന്നുകൊണ്ടിരുന്ന ചില മേഖലകൾ, ഇപ്പോൾ പ്രിൻ്റ് മീഡിയയുടെ വളർച്ചാ നിരക്ക് 2.3% ആണ് ആനുവൽ ഗ്രോത്ത് റേറ്റ് നമുക്ക് കാണാൻ കഴിയുക. പക്ഷേ അത് ഓരോ വർഷം ചെല്ലുന്തോറും ഒരു ഡിമിനിഷിങ് ടെൻഡൻസി അവിടെ കാണിക്കുന്നുണ്ട് എങ്കിൽ തൊട്ടപ്പുറത്ത് ടെലിവിഷൻ പോലുള്ള ചാനലുകളുടെ ഒരു ലോകം 5 മുതൽ 6% വരെ വളർച്ചാ നിരക്ക് നമുക്ക് സമ്മാനിക്കുന്നുണ്ടെങ്കിൽ 25 മുതൽ 30% വരെയാണ് ഇന്ന് സോഷ്യൽ മീഡിയയുടെ ഡിജിറ്റൽ ഒരു മീഡിയയുടെ ഒരു ലോകം നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ 25-30% വളർച്ചയുടെ ലോകത്തേക്ക് നമുക്ക് വളരെയധികം ജേർണലിസ്റ്റുകളുടെയും മാസ് കമ്മ്യൂണിക്കേഷൻ ആയി ബന്ധപ്പെട്ട മേഖലയിൽ പ്രവർത്തിക്കുന്ന എക്സിക്യൂട്ടീവുമാരുടെയും പ്രൊഫഷണലുമാരുടെയും ആവശ്യമുണ്ട്. ഇത് കേവലം മീഡിയ എന്ന മേഖലയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു തൊഴിലിടമല്ല. പബ്ലിക് റിലേഷൻ ആൻഡ് അഡ്വർടൈസ്മെൻറ്റ് പോലുള്ള മേഖലകൾ, ബ്രാൻഡിംഗ് പോലുള്ള മേഖലകൾ, അതേപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട മേഖലകൾ ഒക്കെ ഇവിടെ പ്രതിപാദിക്കപ്പെടണം. വലിയ തോതിലുള്ള പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് നടക്കുന്ന ഈ ലോകത്ത് മീഡിയ എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് മീഡിയയും പ്രൊമോഷണൽ ആക്ടിവിറ്റീസും എപ്പോഴും ലിങ്ക്ഡ് ആണെങ്കിൽ പോലും മീഡിയയെക്കാളും കൂടുതൽ ഇൻകം ജനറേറ്റ് ചെയ്യപ്പെടുന്നൊരു മേഖലയാണ് അഡ്വർടൈസ്മെൻറ്റ്, പ്രൊമോഷൻ, ബ്രാൻഡിംഗ് എന്ന മേഖലകൾ. ഇവിടെയൊക്കെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച കോഴ്സുകളൊന്നായിരിക്കും ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ. ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്ക് ഇതൊരു ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റാണ്, വളരെയധികം ക്രിയേറ്റിവിറ്റി ആവശ്യമുള്ളൊരു സബ്ജക്റ്റാണ്. ആ മേഖലയിലേക്ക് കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്ന +2 പാസ്സായൊരു കുട്ടിക്ക് BA ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ, വിഷ്വൽ മീഡിയ കമ്മ്യൂണിക്കേഷൻ പോലുള്ള മേഖലകൾ ഒക്കെ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ ഇവിടേക്ക് പഠനം ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥി +2 കഴിഞ്ഞാൽ ഡിഗ്രി പഠിച്ച് വേണമെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്ത് മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡിഗ്രി എടുത്ത് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് മുന്നോട്ട് പോകാം. അതുമല്ല എങ്കിൽ PG ഡിപ്ലോമ പോലുള്ള പ്രോഗ്രാംസ് ചെയ്ത് ഡിഗ്രി കഴിഞ്ഞിട്ടോ PG കഴിഞ്ഞിട്ടോ പോകാനുള്ള അവസരങ്ങളുണ്ട്. ഈ സാധ്യതകളെയൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം. കേരളത്തിലെയും മറ്റ് സംസ്ഥാനങ്ങളിലും മറ്റ് രാജ്യങ്ങളിലുമുള്ള മികച്ച അനവധി സർവകലാശാലകൾ ഇത്തരത്തിലുള്ള കോഴ്സുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആ കോഴ്സുകളിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. പഠിക്കുന്നതിനും എഴുതുന്നതിനും ഒബ്സർവ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ വളരെ ക്രിയേറ്റീവായിട്ട് ഇടപെടുന്നതിനും ഒക്കെയുള്ള കഴിവുകൾ. പ്രിൻ്റ് മീഡിയ എന്ന് പറയുമ്പോൾ നമ്മുടെ എഴുത്ത് ആണ് അവിടെ കൂടുതലായിട്ട്, ഒരാൾക്ക് എഴുതാനുള്ളൊരു ലിംഗ്വിസ്റ്റിക് സ്കിൽസാണ് അവിടെ കൂടുതൽ ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നതെങ്കിൽ ടെലിവിഷൻ പോലുള്ള മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലേക്ക് വരുമ്പോൾ ചിത്രങ്ങൾ വീണ്ടും മാറുകയാണ്. അവിടെ സംസാരിക്കുന്നതിനും എഴുതുന്നതിനും പ്രസൻറ്റ് ചെയ്യുന്ന സ്റ്റൈലിനുമൊക്കെ വലിയ ഒരു സാധ്യത കൽപ്പിക്കപ്പെടുന്നു. ആ കോണ്ടൻറ്റ് റൈറ്റ് ചെയ്യപ്പെടുന്ന, സ്ക്രിപ്റ്റ് റൈറ്റ് ചെയ്യപ്പെടുന്നിടത്ത് വലിയ സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്നു. അപ്പോൾ ഇതെല്ലാം ഉൾക്കൊള്ളുന്നൊരു മേഖലയായിട്ട് മാറ്റപ്പെടുകയാണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട്. പണ്ട് കാലത്ത് ഏറെ കേൾക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ആൾക്കാർ ഇന്ന് ഒരു വാക്കിലൂടെ ഒരു നോക്കിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന തരത്തിലേക്ക് ടൈം വളരെ കുറച്ച് മാത്രം കൺസ്യൂം ചെയ്തുകൊണ്ടുള്ള സാധ്യതകളുടെ ലോകത്തേക്ക് നമ്മൾ പെട്ടെന്ന് മാറ്റപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇതിനനുസരിച്ച് വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഡിജിറ്റൽ മീഡിയയുടെ മേഖലയിലുള്ള സാധ്യതകളെ ഉപയോഗപ്പെടുത്താൻ, ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യാൻ കഴിയുന്ന, വലിയ തോതിൽ ഏർണിങ്സ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു തൊഴിൽ മേഖലയായിട്ട് ഇത് മാറ്റപ്പെട്ടപ്പോൾ അവിടേക്ക് പഠനം ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് നല്ല ക്രിയേറ്റിവിറ്റിയുള്ള, നല്ല ചിന്താശേഷിയുള്ള, നല്ല വായനാശീലമുള്ള, കാര്യങ്ങൾ അപഗ്രഥിക്കാനും സമർത്ഥിക്കാനും മികവുള്ള കുട്ടികൾക്ക് ഈ ഒരു സാധ്യതയെ നമുക്ക് ഉപയോഗപ്പെടുത്താം. ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ സ്വകാര്യ മേഖലകളിൽ മാത്രമല്ല പൊതുമേഖലകളിലും സർക്കാർ മേഖലകളിലും. ഇപ്പോൾ പബ്ലിക് റിലേഷൻ ആൻഡ് ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ജോലിക്ക് പരിഗണിക്കപ്പെടുന്നത് ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ പഠിച്ച ആൾക്കാരെയാണ്.
ഹോസ്പിറ്റലുകൾ പോലുള്ള മേഖലകളിൽ വലിയ സാധ്യതകളുണ്ട്. ഗൂഗിൾ പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ സാധ്യതകളേറെയാണ്. അതുപോലെ തന്നെ നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് മേഖല, വലിയ തോതിൽ പണമൊഴുകുന്നൊരു മേഖലയാണ് അഡ്വർടൈസ്മെൻറ്റ് മേഖല എന്ന് പറയുന്നത്. അവിടെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് അവിടെയും സാധ്യതകളേറെയാണ്. അപ്പോൾ ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ ഇന്ന് +2 മുതൽ പഠിക്കാൻ ഒരു സബ്ജക്റ്റായിട്ട് ഉൾപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഒരു മേഖലയാണ് ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ. വലിയ തോതിൽ കുട്ടികൾ ആഗ്രഹിക്കുന്ന വലിയ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു തൊഴിൽ മേഖല കൂടിയാണിത്. നമുക്ക് വളരെ വേഗത്തിൽ വളരെ കൃത്യമായിട്ട് വാർത്തകൾ എത്തിക്കാൻ കഴിയുന്ന, നമ്മുടെ ആശയങ്ങളെ പങ്കുവയ്ക്കാൻ കഴിയുന്ന, അതിമനോഹരമായ പ്രോഗ്രാമുകൾ ഡിസൈൻ ചെയ്ത് പ്രസൻറ്റ് ചെയ്യാൻ കഴിയുന്ന, വാർത്താധിഷ്ഠിതമായ കാര്യങ്ങളൊക്കെ പ്രസൻറ്റ് ചെയ്യാൻ കഴിയുന്ന, ഇവാലുവേറ്റ് ചെയ്യാൻ കഴിയുന്ന, പാനൽ ഡിസ്കഷൻ പോലുള്ള മേഖലകളെ നിയന്ത്രിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് കുട്ടികൾക്ക് പ്രവർത്തന സാധ്യതകൾ ഒരുക്കുന്ന ഒരു പഠന മേഖല കൂടിയാണ് ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ. വലിയ അവസരങ്ങളുടെ ഒരു ലോകം. അത് ഇന്ത്യയിൽ മാത്രമല്ല, UN മുതൽ താഴേക്ക് എല്ലാ സ്ഥാപനങ്ങൾക്കും യഥാർത്ഥത്തിൽ ഈ സാധ്യതകൾ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും. വിദേശ രാജ്യങ്ങളിൽ അതുപോലെ തന്നെ കോർപ്പറേറ്റ് കമ്പനികൾക്ക് അവരുടെ ആശയങ്ങൾ, അവരുടെ നയങ്ങൾ, അവരുടെ പരസ്യങ്ങൾ, അവരുടെ പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ ഒക്കെ പരസ്യങ്ങൾ ബ്രാൻഡിങ് അല്ലാതെ ഉള്ള മേഖലകളിൽ ഉപയോഗപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ വലിയ വലിയ കമ്പനികൾ, അതായത് മൾട്ടിനാഷണൽ കോർപ്പറേറ്റ് കമ്പനികൾ വലിയ തോതിൽ മാസ് കമ്മ്യൂണിക്കേഷൻ പാസ്സായ ആൾക്കാർ ഉപയോഗപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മാസ് കമ്മ്യൂണിക്കേഷൻ, പബ്ലിക് റിലേഷൻ വളരെയധികം താല്പര്യത്തോടു കൂടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് ഒരു ടൈം ടു ടൈം കൺസ്ട്രെയിൻഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ കഴിയുന്നൊരു മേഖലയല്ല. പലപ്പോഴും വളരെ വിശാലമായ പഠന സാധ്യതകൾ, ജോലി സാധ്യതകൾ, അറ്റ്മോസ്ഫിയർ, വർക്കിംഗ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ഒരു നിയതമായ ചട്ടക്കൂടിൽ നിൽക്കുന്നതല്ല ഒരിക്കലും. അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇന്നത്തെ സാധ്യതകളല്ല നാളെ ഉണ്ടാവുന്നത്. നിരന്തരം നമ്മളിങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കേണ്ടതായിട്ടുണ്ട്, ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിലൊക്കെ പ്രവർത്തിക്കാൻ താല്പര്യമുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതിമനോഹരമായൊരു പ്രൊഫഷൻ തന്നെയാണ്. ആധുനിക കാലഘട്ടത്തിൻ്റെ സാങ്കേതികവിദ്യയുടെയും മെഷീൻ ലേണിങ്ങിൻ്റെയൊക്കെ കാലത്ത് ടെക്നോളജിയുടെ പുത്തൻ ലോകത്തും ഇവർക്ക് സാധ്യതകൾ ഏറുകയാണ്. കാരണം ക്രിയേറ്റിവിറ്റിയാണ് ഇനിയുള്ള കാലത്തെ ഭരിക്കാൻ പോകുന്നത്. ആ ക്രിയേറ്റിവിറ്റിയുള്ള ആൾക്കാർക്ക് പ്രവർത്തിക്കാനുള്ള സാധ്യതകൾ ഇനിയുള്ള കാലത്ത് ഏറിക്കൊണ്ടിരിക്കും. ടെക്നോളജി വലുതാകും തോറും ക്രിയേറ്റിവിറ്റി മനുഷ്യൻ്റെ, അതായത് നമ്മളിപ്പോൾ ഒരു സൈക്കോളജിക്കൽ ആസ്പെക്റ്റുകൾ ഒക്കെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഒരു ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരാളെ ഒബ്സർവ് ചെയ്ത് അയാളുടെ വൈകാരിക തലങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ നമുക്ക് പലപ്പോഴും പരസ്യങ്ങൾ ഡിസൈൻ ചെയ്യാൻ പറ്റൂ, വാർത്തകൾ ഡെലിവറി ചെയ്യാൻ പറ്റുള്ളൂ. ആ വൈകാരിക തലങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്നത് എപ്പോഴും മനുഷ്യന് മാത്രമാണ്. ഒരിക്കലും ആധുനിക സാങ്കേതിക വിദ്യയ്ക്ക് ഇത്തരത്തിലുള്ള വൈകാരിക തലങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പഠന മേഖല, അതുപോലെ തന്നെ വ്യവസായവൽക്കരണത്തിൻ്റെ കാലഘട്ടത്തിൽ പരസ്യ മേഖലകൾ, മറ്റ് മൾട്ടിനാഷണൽ കമ്പനികളുടെ ആശയവിനിമയവുമായി ബന്ധപ്പെട്ട അവരുടെ ഡോക്യുമെൻറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട മേഖലകൾ, UN പോലുള്ള ഏജൻസികളുടെ ആശയങ്ങളെ ലോകം മുഴുവൻ എത്തിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട മേഖലകൾ, ന്യൂസ് ഏജൻസികളുമായിട്ട് ബന്ധപ്പെട്ട മേഖലകൾ, സർക്കാരിൻ്റെ പബ്ലിക് റിലേഷൻ പ്രവർത്തനങ്ങൾ നയിക്കുന്ന ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകൾ, ഇങ്ങനെ നിരവധി സാധ്യതകളാണ് എനി ഡിഗ്രി എന്ന് പറയുന്ന ഒരു തൊഴിൽ മേഖലയിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതിനപ്പുറം ഈ ഒരു പർട്ടിക്കുലർ ഡിഗ്രി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ മുമ്പിലുള്ള സാധ്യതകൾ. ആ സാധ്യതകളെ നമുക്ക് ഭംഗിയായിട്ട് ഉപയോഗപ്പെടുത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കാം. നല്ല രീതിയിൽ എഴുതാൻ കഴിവുള്ള, നല്ല രീതിയിൽ ചിന്തിക്കാൻ കഴിവുള്ള, നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ കഴിവുള്ള വിദ്യാർത്ഥികളുടെ മുമ്പിൽ അനന്തമായ സാധ്യതകൾ തന്നെയാണ്. അത് പ്രിൻ്റ് മീഡിയ മാത്രമല്ല, ഡിജിറ്റൽ മീഡിയകൾ എല്ലാം ചേർന്നിട്ടൊരു വലിയ മീഡിയ ഹൗസ് എന്നീ മേഖലയെ നമുക്ക് കണക്കുകൂട്ടാം. ആ മേഖല നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്ന സാധ്യതകളെ നമുക്ക് കൈപ്പിടിയിൽ ഒതുക്കുന്നതിനെക്കുറിച്ച് ആത്മാർത്ഥമായി ചിന്തിക്കാം.